അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് 8051 പ്രോഗ്രാമിംഗ് ആണ്. ഓക്കെ, നമുക്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളെങ്കിലും നമുക്ക് സിമ്പിൾ പ്രോഗ്രാംസ് മാത്രം നമ്മൾ പഠിച്ചു വെച്ചേക്കുക. കാരണം പലപ്പോഴും അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പ്രോഗ്രാം പാർട്ട് ചോദിച്ചിട്ടുണ്ട്. എളുപ്പമാണ്, പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് രണ്ട് 8-bit നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ ആണ്. അപ്പൊ അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് 20H-ഉം 21H-ലുമായിട്ട് നമ്മൾ ഇൻപുട്ട് രണ്ടും കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് 8-bit വാല്യൂസ് ആഡ് ചെയ്തിട്ട് റിസൾട്ട് 30-ലും 31-ലുമായിട്ട് പ്ലേസ് ചെയ്യണം. ഓക്കെ, 31-ലെ സമ്മും 30-ല് ക്യാരിയുമാണ് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യമേ ഈ 20-ലാണല്ലോ നമ്മുടെ ഫസ്റ്റ് ഇൻപുട്ട് ഇരിക്കുന്നത്. ആ 20-യെ നമ്മൾ R0-ലേക്ക് എടുക്കുന്നു. ഓക്കെ, അപ്പം എഴുതുന്നത് എങ്ങനെയാണ്? മൂവ് R0, #20. ഓക്കെ, 20 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ എങ്ങോട്ടേക്ക് എടുക്കുന്നു? R0-ൽ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, എന്നൊരു 30 നമ്മുടെ റിസൾട്ട് സേവ് ചെയ്യേണ്ട ഒരു ലൊക്കേഷൻ 30 ആണ്. ആ 30 എന്ന് പറഞ്ഞ ലൊക്കേഷൻ എവിടേക്കും വെക്കുന്നു? R1. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇമ്മീഡിയറ്റ് ഡേറ്റ ആണ് നമ്മൾ. ഇമ്മീഡിയറ്റ് ഡേറ്റ മീൻസ് 20, 30 എന്ന് പറഞ്ഞ നമ്പേഴ്സിനെ മാത്രമാണ് നമ്മൾ എങ്ങോട്ടേക്ക് എടുക്കുന്നത്? R0-ലോട്ടും R1-ലോട്ടും എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ R0 R1-ലും 20-യും 30-യും ലോഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് മൂവ് A, R0. അപ്പൊ എന്താ സംഭവിക്കുന്നത്? R0-ലെ ഓൾറെഡി ഉള്ള വാല്യൂ 20 ആണ്. @20 എന്ന് പറഞ്ഞാൽ 20 എന്ന് പറഞ്ഞ അഡ്രസ്സിൽ ഇരിക്കുന്ന വാല്യൂവിനെ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക? എയിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ എയിലെ വാല്യൂ നമ്മൾ R5-ലോട്ട് എടുത്തു. ക്ലിയർ? അതായത് 20 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ R0-ലോട്ട് എടുത്തു. 20 എന്ന് പറഞ്ഞ ആ അഡ്രസ് ലൊക്കേഷനിൽ ഇരിക്കുന്ന കണ്ടന്റ് നമ്മൾ എയിലോട്ട് എടുത്തു. എയെ നമ്മൾ R5-ലോട്ടും കോപ്പി ചെയ്തു. ഓക്കെ, എന്നിട്ട് R4 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ എത്ര സെറ്റ് ചെയ്യുന്നു? 0 സെറ്റ് ചെയ്യുന്നു. അതായത് നമുക്ക് ക്യാരി വെക്കാൻ വേണ്ടിയിട്ടാണ്. ക്യാരി ഇനിഷ്യലി സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര സെറ്റ് ചെയ്യും? 0 സെറ്റ് ചെയ്യും. അതിനായിട്ടാണ് നമ്മൾ R4 എടുത്തു. ദെൻ R0 ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാൻ പറഞ്ഞു. R0-ലുള്ള വാല്യൂ എത്ര ആയിരുന്നു? 20 ആയിരുന്നു R0-ലുള്ള വാല്യൂ. അതൊന്ന് ഇൻക്രിമെന്റ് ചെയ്യാൻ പറഞ്ഞു. അത് ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ എത്ര ആയിട്ട് മാറും? 21 ആയിട്ട് മാറും. ഓക്കെ, എന്നിട്ട് എഗെയിൻ ആ 21-ലെ കണ്ടന്റ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറഞ്ഞു? എയിലോട്ട് മൂവ് ചെയ്യാൻ പറഞ്ഞു. 21-ലെ കണ്ടന്റ്. അപ്പൊ 21-ലെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഇൻപുട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട സെക്കൻഡ് നമ്പർ നമ്മൾ എങ്ങോട്ടേക്ക് എടുത്തു? എയിലോട്ട് എടുത്തു. ഓക്കെ, ആഡ് ചെയ്യേണ്ട ഫസ്റ്റ് നമ്പർ ഇവിടെ ഇരിപ്പുണ്ട്, R5-ൽ ഇരിപ്പുണ്ട്. എന്നിട്ട് ആഡ് A, R5 എന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? R5-ലെ വാല്യൂവും ഇപ്പൊ കറന്റ് അക്യുമുലേറ്ററിലെ വാല്യൂ കൂടെ ആഡ് ചെയ്ത് റിസൾട്ട് എവിടെ തന്നെ കാണും? എയിൽ തന്നെ കാണും. ഓക്കെ, അപ്പൊ ഈ ടൈമിലാണ് നമ്മൾ നോക്കുന്നത്. ജമ്പ് ഇഫ് നോ ക്യാരി ആണെങ്കിൽ സേവ് എന്ന് പറഞ്ഞ ലേബലിലേക്ക് പോകാൻ പറഞ്ഞു. ഇപ്പൊ ക്യാരി ഇല്ലെങ്കിൽ എങ്ങോട്ട് വരിക? സേവിലേക്ക് വരിക. ഇപ്പൊ ക്യാരി ഉണ്ടെങ്കിൽ എന്തൊക്കെ ഓപ്പറേഷൻ ചെയ്യണം? അപ്പൊ നമുക്കത് പിന്നെ നോക്കാം. ഇപ്പൊ ക്യാരി ഇല്ലെന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പൊ സേവിലോട്ട് വന്നു. അവിടെ എന്താ ചെയ്യുന്നത്? എയിലെ കണ്ടന്റ് എങ്ങോട്ടേക്ക് കോപ്പി ചെയ്യാൻ പറഞ്ഞു? R1-ലേക്ക് കോപ്പി ചെയ്യാൻ പറഞ്ഞു. R1 എന്ന് പറഞ്ഞത് എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടല്ലോ? R1 എന്ന് പറഞ്ഞത് 30 എന്ന് പറഞ്ഞ വാല്യൂ ആയിരുന്നു. അപ്പൊ 30-ലേക്ക് നമ്മൾ എന്ത് ചെയ്തു? R1-നെ എയിലെ വാല്യൂ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? 30 എന്ന് പറഞ്ഞ ലൊക്കേഷനിലെ കണ്ടന്റ് ആയിട്ട് മാറ്റി. എന്നിട്ട് നമ്മൾ ഹോൾട്ട് ചെയ്തു. ഹോൾട്ട് എന്ന് പറയുന്നത് ഷോർട്ട് ജമ്പ് ആണ് ഇതിന്റെ മീനിങ്. ഷോർട്ട് ജമ്പ്, ഹോൾട്ട്. ഹോൾട്ട് എന്ന് പറയുന്നതിനകത്തേക്ക് എന്ത് ചെയ്യുക? ജമ്പ് ചെയ്യാന്നാണ്. ദാറ്റ് മീൻസ് പ്രോഗ്രാം തീർന്നു എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണിത്. ഓക്കെ, ഇത് ക്യാരി ഇല്ലെങ്കിൽ ഉള്ള കേസാണ്. ഇവിടുന്ന് ജമ്പ് ചെയ്ത് വരുന്ന കേസാണ് നമ്മൾ പറഞ്ഞത്. ഇനി ക്യാരി ഉണ്ടെങ്കിലോ? ക്യാരി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? R4 ഓൾറെഡി നമ്മൾ 0 വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് R4-നെ എങ്ങോട്ടേക്ക് കോപ്പി ചെയ്യുക? ജസ്റ്റ് ഒരു ടെമ്പററി ആയിട്ട് ബിയിലോട്ട് കോപ്പി ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ആ ബിയെ @R1 എന്ന് പറഞ്ഞാൽ R1 ഇപ്പം പോയിന്റ് ചെയ്തത് 30 എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്കല്ലേ? ആ 30-ലേക്ക് എന്തിനെ പ്ലേസ് ചെയ്യും? നമ്മുടെ ക്യാരിയെ പ്ലേസ് ചെയ്യും. എന്നിട്ട് ഇൻക്രിമെന്റ് R1 പറയും. ഓക്കെ, അപ്പൊ 31-ലേക്ക് R1 പോയിന്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മൾ റിസൾട്ട് ചെയ്യും. അതായത് ക്യാരി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 30-ലേക്ക് കിട്ടാൻ പോകുന്നത് സമ്മും. ഓക്കെ, ക്യാരി ഉണ്ടെങ്കിൽ 30-ൽ ക്യാരിയും 31-ൽ എന്തുമായിരിക്കും? സമ്മും ആയിരിക്കും ഈ പ്രോഗ്രാം വെച്ചിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം. ഇവിടെ ഇൻക്രിമെന്റ് R4 ചെയ്തിട്ട് മൂവ് @R1, R4 എന്ന് എഴുതിയാൽ പോരെയെന്ന്. അങ്ങനത്തെ ഓപ്പറേഷൻ നമുക്ക് 8051-ൽ പറ്റില്ല. നമ്മൾ ഓൾറെഡി ഞാൻ രജിസ്റ്റേഴ്സിന്റെ പറഞ്ഞായിരുന്നു. രണ്ട് രജിസ്റ്റർ ഓപ്പറേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അവിടെ? പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് R1, R2 എന്ന് പറഞ്ഞ് നമുക്ക് അല്ലെ R4 എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ബിയിലോട്ട് കോപ്പി ചെയ്തിട്ട് ബിയിൽ നിന്ന് എങ്ങോട്ട് എടുക്കുന്നത്? R1-ലേക്ക് എടുക്കുന്നത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ പ്രോഗ്രാം പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ഇതേപോലാണ്
നമുക്ക് സബ്ട്രാക്ഷന്റെ ഓപ്പറേഷൻ പറയുകയാണെങ്കിൽ കണ്ട് ഇതേപോലെ ആയിരിക്കും 20ലും 30ലുമായിട്ട് നമുക്ക് ഇത് ഇൻപുട്ട് 20 എടുക്കുക, ഔട്ട്പുട്ട് എവിടെ എടുക്കുക 30ലേക്ക് വയ്ക്കണം. ഓക്കെ, ദെൻ R0 നമ്മുടെ ഇൻപുട്ടിന്റെ ഫസ്റ്റ് വാല്യൂ എങ്ങോട്ടേക്ക് ലോഡ് ചെയ്യാം, എയിലോട്ട് ലോഡ് ചെയ്യാം. ആ എ എന്നുള്ളത് R5ലോട്ട് എടുത്ത് വെക്കാം. ബോറോ ഒന്നും ഇല്ലെന്ന് കാണിക്കുമ്പോൾ ആദ്യമേ 0 സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് R0 ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുന്നു. സെയിം സ്റ്റെപ്പ്, അഡീഷന്റെ സെയിം സ്റ്റെപ്പ് തന്നെ. എന്നിട്ട് ഇപ്പോഴത്തെ സെക്കൻഡ് ഇൻപുട്ട് വാല്യൂവിനെ എയിലേക്ക് എടുക്കുക. ഓക്കെ, എ എന്ന് പറഞ്ഞ വാല്യൂ ഇങ്ങോട്ടേക്ക് എടുത്തു, R3യിലേക്ക് എടുത്തു. സെക്കൻഡ് വാല്യൂ R3യിലും എടുത്തു. ഓക്കെ, ദെൻ ഫസ്റ്റ് ഓപ്പറാൻഡ് എയിലോട്ട് കൊടുത്തു. ഇതെന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചേഞ്ച് വരുത്തിയെന്ന് പറയാം. ഇങ്ങനെ ചേഞ്ച്, അതായത് സെക്കൻഡ് ഓപ്പറാൻഡിനെ നമ്മൾ R3യിൽ വെച്ചു, എഗെയിൻ ഫസ്റ്റ് ഓപ്പറാൻഡ് എയിലോട്ട് എടുത്തില്ലെങ്കിലുള്ള കുഴപ്പം, നമ്മൾ A-B ആണ് നമ്മൾ ഉദ്ദേശിച്ചെങ്കിലും ചിലപ്പോൾ കിട്ടുന്ന ആൻസർ B-A ആയിപ്പോൾ. ഓക്കെ, അപ്പൊ അതുണ്ടാവാതിരിക്കാൻ ഫസ്റ്റ് ഓപ്പറാൻഡിൽ നിന്ന് തന്നെ സെക്കൻഡ് ഓപ്പറാൻഡ് കുറയ്ക്കണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് സെക്കൻഡ് ഒപ്പറാൻഡ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ R3യിൽ വെക്കുക. എന്നിട്ട് നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഒപ്പറാൻഡ് R5ൽ ഇരിപ്പുണ്ടായിരുന്നു, അതിനെ അഗെയിൻ എയിലോട്ട് എടുക്കുക. എന്നിട്ട് സബ്ട്രാക്ട് വിത്ത് ബോറോ R3 കൊടുക്കുക. ഓക്കെ, ഇപ്പൊ A-R3 പെർഫോം ചെയ്യും. മറ്റേ പോലെ തന്നെ ജംബിഫ് നോ ക്യാരി ആണെങ്കിൽ സേവിലേക്ക് പോവുക, എന്ത് ചെയ്യും, R1ലേക്ക് കോപ്പി ചെയ്തിട്ട് ഹോൾഡ് ചെയ്യും. ഇനി ക്യാരി ഉണ്ടെന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ബോറോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, R4 ഇൻക്രിമെന്റ് ചെയ്യും. R4നെ ബിയിലോട്ട് എടുത്ത് വെച്ച് ബി എടുത്ത് R1ൽ പ്ലേസ് ചെയ്ത് ഇൻക്രിമെന്റ് ചെയ്യും. ബാക്കിയെല്ലാം അഡിഷനുമായിട്ട് വളരെ സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അഡിഷന്റെ പ്രോഗ്രാം നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്ട്രാക്ഷൻ എളുപ്പം ചെയ്യാൻ പറ്റും.